വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനത്തിനായി രൂപീകരിച്ചിട്ടുള്ള RRTകളുടെ സേവനം കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ട് സാർ. പക്ഷേ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. സേനയിലെ ആളുകളുടെ അംഗബലം, അതുപോലെ തന്നെ വാഹനങ്ങൾ, ആയുധങ്ങൾ, എത്തിച്ചേരാനുള്ള മറ്റ് സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, ഇവയുടെ കാര്യത്തിലൊക്കെ ഇനിയും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആ കാര്യത്തിൽ എന്തെങ്കിലും സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്? സാർ, ഇത് ആക്രമണം നടക്കുന്ന മേഖലകളിൽ ഉള്ള തദ്ദേശവാസികളുടെ വളണ്ടിയർ സംവിധാനത്തെ കൂടി പരിശീലനം നൽകി കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട്. സാർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പിലെ ജീവനക്കാർ, വാച്ചർമാർ തൊട്ട് റേഞ്ച് ഓഫീസർമാർ വരെയുള്ളവർ അവരുടെ പ്രവർത്തനത്തിൽ ഗുണപരമായ കുറേയേറെ മാറ്റങ്ങൾ ഇതിനകം വരുത്തിയിട്ടുണ്ട്. ജനസൗഹൃദ വകുപ്പായി വനം വകുപ്പിനെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാവശ്യമായ തോതിലുള്ള ആധുനിക ഉപകരണങ്ങൾ നൽകുന്നതിൽ വേണ്ടത്ര പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്നും 100 കോടി രൂപ അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി തന്നെ പുതുതായി 6 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുറക്കുന്നതിനാവശ്യമായ ഉത്തരവും ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കല്ലാറിലും, ഇടുക്കിയിലെ ആനക്കുളത്തും, കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിലും, മലമ്പുഴയിലെ പാലക്കാടും, കണ്ണൂരിലെ കൊട്ടിയൂരും, കാസർഗോഡ് ബന്തെടുക്കയിലുമാണ് ഈ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. ഇതോടുകൂടി കുറേ കൂടി വ്യാപകമായ തോതിൽ ഈ സേനയുടെ പ്രവർത്തനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഈ കാര്യത്തിൽ PRTകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.